പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങളിപ്പോ മൂന്നാറാണുള്ളത്. മൂന്നാറല്ല, ഫാക്ടറി ഒക്കെ കണ്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ മൂന്നാറിന് പോവാട്ടോ. ഇവിടുന്ന് നമുക്കൊരു 30-38 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് സാൻഡിൽവുഡ്, അതായത് നമ്മുടെ ചന്ദനമരത്തിന്റെ ഫോറസ്റ്റിൽ കൂടിയാണ്. ഫോറസ്റ്റിന്റെ സൈഡിൽ കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മള് കണ്ടില്ലേ, അവിടെ ആ ബിൽഡിംഗ് പണിതപ്പോ പോലും ആ ചന്ദനമരം വെട്ടാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് അതിന്റെ തല വെട്ടിയിട്ട് കൂടാതിരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കാണ്. അത് സംഭവം സെറ്റപ്പാ. എല്ലായിടത്തും ചന്ദനം, ഇവിടെ എവിടെ തിരിഞ്ഞാലും ചന്ദനം. അതാണ് നമ്മുടെ ഷാജിപ്പാപ്പന് നിങ്ങൾ മറയൂർ വഴിയല്ലേ വന്നേ, വണ്ടിയിൽ ചന്ദനം ഉണ്ടോടാ എന്ന് പറഞ്ഞാൽ നമുക്ക് ചന്ദനം കിട്ടുവാണെങ്കിൽ മേടിച്ചോണ്ട് പോട്ടോ. അല്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബേഴ്സ് പിടിയിൽ ജയിലിൽ വന്നാണെങ്കിലും കാണാം. അല്ലെങ്കിൽ തന്നെ യൂട്യൂബേഴ്സിന് ഇപ്പൊ കൊറേ ചീത്തപ്പേരേ ഉള്ളൂ. ഇനി നമ്മൾ ചന്ദനം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തില്. അപ്പൊ നമുക്ക് മെല്ലെ പോവാട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഇവിടുന്ന് ഈ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാ ഏകദേശം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതേപോലത്തെ ഓരോ ഫാക്ടറികളുണ്ട്. നിങ്ങൾക്ക് ഇന്ന ഫാക്ടറി വരണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ഫാക്ടറിയെങ്കിലും വിസിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ നാട്ടിലോട്ട് വരുന്ന സാധനത്തിന്റെ ടേസ്റ്റും ഇവിടുത്തെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. മേടിക്കണം എന്നൊന്നും ഞങ്ങൾ പറയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ നമുക്ക് എന്തായാലും സാമ്പിൾ അങ്ങനത്തെ ഒരു ഫാമിലാണ് ഞങ്ങൾ വന്നത്. അപ്പൊ എന്തെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ കേട്ടോ. വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ നമുക്കൊരു അനുഭവമാണ്. കാരണം ഇങ്ങനത്തെ നമ്മൾ വീട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ജ്യൂസ് ഇച്ചിരി കരിമ്പിൻ ജ്യൂസ് നമുക്ക് കിട്ടിയ, പക്ഷെ 1000 കിലോ ആക്കിയ, അതായത് 1 കിലോ ആക്കിയ 400 ഗ്രാമേ കരിമ്പ് കിട്ടുള്ളൂ. കരിമ്പല്ല, ശർക്കര. ഇത് ഫുള്ള് തേക്കാണല്ലോ. നമ്മുടെ മുന്നിൽ കുറച്ച് ജീപ്പുകൾ പോകുന്നുണ്ട്. ജീപ്പുകൾ വരുമ്പോ ചേട്ടൻ എന്തിനായിട്ട് മാറ്റി കൊടുക്കുന്നേ? അതെന്താണെന്നറിയോ, നമ്മളിങ്ങനെ ആവശ്യമായിട്ട് മെല്ലെ പോയാൽ മതി. ജീപ്പുകാർ അങ്ങനെയല്ല, അവർക്ക് ഈ ഓട്ടം കഴിഞ്ഞിട്ട് വേണം അവർക്ക് അടുത്ത ഓട്ടത്തിന് പോകാൻ. അപ്പൊ അത് അവർക്ക് ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ വെറുതെ അവരുടെ തിരക്കിന്റെ മുമ്പിൽ നമ്മൾ പെടണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ മാറിക്കൊടുക്കും. ഇവിടെയൊക്കെ പുളിയും ചന്ദനവും തേക്കും മാത്രമാണ്. ചന്ദനം തോന്നുന്നു. ഇത് ഇതിലൊരു 90% ചന്ദനമരം തന്നെ. ഇത് ഈ കുഞ്ഞൊന്നും മുഴുവൻ ചന്ദനമരം. കുഞ്ഞൊന്നും മാത്രല്ല, വലുതുണ്ട്. നമ്മുടെ പുഷ്പ എടുത്ത് ഇവിടെ നിന്നെങ്ങാനും ആണോ ഈ ഫാക്ടറിന്റെ ഉള്ളിൽ നിൽക്കല്ലേ? അല്ല, ഫാക്ടറിന്റെ ഉള്ളിൽ നിന്ന് ഈ കാടിനുള്ളിൽ നിന്ന്. എല്ലാത്തിലും നമ്പർ ഉണ്ട്, ഒന്നും വെട്ടാൻ പറ്റില്ല. ഓരോ കുരുന്നിന് വരെ ഓരോ നമ്പറാ. വേറൊരു കാര്യം, അതായത് ഇപ്പൊ നമ്മളിത് പറിച്ചു, അല്ലെങ്കിൽ ഒരു മരം നമ്മള് ഇവിടുന്ന് കട്ട് പറിച്ചു, ഇത് പറിച്ച് മേടിക്കുന്ന ആളും ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നു. അല്ല, തെറ്റുകാരെന്നല്ല. പിന്നെ എങ്ങനെ ഇത് ഫോറസ്റ്റുകാർ കണ്ടുപിടിക്കും ഇത് ഈ ഫോറസ്റ്റിൽ നിന്ന് പറിച്ച സാധനം എങ്ങനെ കണ്ടു? ഈ നമ്പർ ഒന്നും ഇല്ല. നമ്പർ ഉള്ളത് തന്നെ നമ്മൾ പറിച്ചിട്ട് വിറ്റ് കഴിഞ്ഞ് എങ്ങനെ അറിയും ഒരു എനിക്കറിയില്ല. വർഷ ഇതിനെ നമ്മുടെയൊക്കെ ആ പറമ്പിന്റെ വേക്കിലൊക്കെ നിൽക്കുന്ന ഈട്ടിയൊക്കെ ഇല്ലേ, ആ ഈട്ടിയിലൊക്കെ നമ്പർ വർഷാവർഷം ആ നമ്പർ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ ചെക്ക് ചെയ്യാൻ വരുമ്പോഴാണ് അറിയാ ഇതിന് ഏതെങ്കിലും പോയിട്ടുണ്ട്, മിസ്സായിട്ടുണ്ടെങ്കിൽ. അല്ലേ പിന്നെ ചെക്കിങ്ങിന്റെ കാര്യം പറയണ്ടല്ലോ, ഇന്നലെ തന്നെ എന്തോരം ചെക്കിങ് ആയിരുന്നു ഇങ്ങോട്ടൊന്ന് കേറുന്നതിന്. ഇനി തിരിച്ചു പോകുമ്പോഴും ചെക്കിങ് ഉണ്ടാവും. കാരണം നമ്മള് ചന്ദനമുട്ടി വണ്ടിയിലുണ്ടോന്ന് അറിയില്ലല്ലോ, നോക്കാൻ വേണ്ടി ചെക്കിങ് ഉണ്ടാവും. ഞാനൊരു ചെറിയ ചന്ദനമുട്ടി പറിച്ചിട്ടുണ്ട്. ചന്ദനമുട്ടിയും കുഴപ്പമൊന്നുമില്ല, ഒരു വള്ളിച്ചെടിയും വീട്ടിലെത്തുന്നോടും വരെ ജീവനുണ്ടെങ്കിൽ ഉണ്ടാവില്ല മിക്കവാറും. പിന്നെ എന്റെ ഒരു കൗതുകം, ഞങ്ങളുടെ കൂടെ ഒരാള് കേറിട്ടോ, കാലിന് വയ്യ. എന്ത് വിളിച്ചതാ? കബഡി കളിച്ചതാ. കബഡി കളിച്ചിട്ടോ. അപ്പൊ ഞങ്ങളോട് ഹെൽപ്പ് ചോദിച്ചപ്പോ ഞങ്ങള് വണ്ടി നിർത്തിട്ടോ. പാവല്ലേ, കാരണം ഇവിടെ ഫുള്ള് ഒരുതരം കാടാണ്. ഇപ്പൊ പുള്ളിന്റെ വീട് കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങോട്ടാന്ന് തോന്നുന്നു. വീട്ടിൽ പോകണോ? ഓക്കെ, വീട്ടിലോട്ടാണ്. അപ്പൊ പിന്നെ വഴി ഭയങ്കര നടന്നു പോകണ്ടേ അല്ലേ, കാലിന് വയ്യ. ഇവിടുന്ന് ഇവിടുന്ന് ഒരു ഹെൽപ്പ് ചോദിച്ച് വേറെ ഒരു വണ്ടിയിലാണ് വന്നത്. ഇത് ഫുള്ള് ചന്ദനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ചന്ദനക്കാടിന്റെ നടുക്ക് കൂടി ഒരു വഴി. ജീൻസ് കേട്ടോ, പയ്യൻ ഇറങ്ങി ഊട്ടി. അപ്പൊ അവനൊരു കാലുവേനയില്ലല്ലോ. അല്ല, അങ്ങനെയല്ല, കാല് ഓൾറെഡി ഇതവന്റെ സ്കൂളാണ്. അത് അവന്റെ സ്കൂൾ. അവൻ കളിക്കാൻ പോണ, അവൻ നമ്മളെ പറ്റിച്ചതാണ് കേട്ടോ. സംഭവം മനസ്സിലായോ? അതവന്റെ കാലയിലേ അല്ല, ആ സാധനം എന്താ, ആംഗിളാണിത്. ആംഗിൾ കപ്പ് എന്ന് പറഞ്ഞ സാധനമില്ലേ,
ഞാനത് കണ്ടിട്ട് എനിക്കത് മനസ്സിലായില്ലല്ലോ നോക്കുമ്പോ കാലിനെന്താ പറ്റിയത്? കാലിനെ ചെറിയൊരു വേദന. ഇത് കളിച്ചത് കബഡി കളിച്ചത് അവൻ നമ്മളെ പറ്റിച്ച്. നടക്കാല്ലേ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കണ്ടോണ്ട് ഞാൻ നിർത്തിയതാ. കുഞ്ഞൊരു വെള്ളച്ചാട്ടം കേട്ടോ, വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. ഇവിടെ മൊത്തം വെള്ളച്ചാട്ടങ്ങളാണല്ലേ. ഇഷ്ടംപോലെ, അതെന്താ കുന്നായതുകൊണ്ടാണ് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും. കൊള്ളാം, ചെറിയൊരു സംഭവം അല്ലേ, ചെറിയൊരു വെള്ളച്ചാട്ടം. ആ ചെറുത്, അത് ഇങ്ങനെ പാറേന്റെ മേളിൽ നിന്ന് ഒഴുകുമ്പോൾ ഉള്ളൊരു ഭംഗി, അത് കണ്ടുകൊണ്ട് ഞങ്ങൾ നിർത്തിയതാണേ. എന്നാ പോവാ. എന്നാലും പയ്യെ നമ്മളെ പറ്റിച്ചല്ല, അവളെ ഇറങ്ങി ഓടിയപ്പോ എനിക്ക് അയ്യടാതായി പോയി. നമ്മള് അതല്ല, ആ പോലീസുകാരായിരുന്നു വിചാരിക്കുക, അവര് നമ്മളെ പിടിച്ചിരുന്നെങ്കിലോ. ഇല്ല, അവൻ പറഞ്ഞല്ലോ സീറ്റ് ബെൽറ്റ് ഒന്നും ഇവിടെ ആരും ഇടൂല. അവനങ്ങനെയൊക്കെ പറയാ. ഒരു സഹായത്തിന് വേണ്ടി നമുക്കിപ്പോ തേപ്പ് കിട്ടിയാണ്. നമ്മൾ ഇന്നലെ നിന്ന പമ്പില്ലേ, ആ പമ്പിന്റെ അവിടെ കൂടുതൽ ചെക്കിങ് എന്തായിരുന്നു നീ കണ്ടായിരുന്നോ? അവിടെ ഫുള്ള് ചെക്കിങ് എന്ന് പറഞ്ഞാല് മദ്യം കുടിച്ചിട്ടുണ്ടോ മാത്രം നോക്കുന്നുണ്ടായിരുന്നു. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്നുണ്ടോന്നേ. ഇതുണ്ടോ ഏറ്റവും വലിയ പാറയെന്ന് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം, അടിപൊളി. ആ ചെറുതായിട്ട് പാറയൊക്കെ അടിപൊളിയല്ലേ ഇവിടുത്തെ, കാണാനൊക്കെ നല്ല ഷേപ്പിലാണ്. ആ ചെത്തി വെച്ചേക്ക് എന്നൊക്കെ പറയണ പോലെയാണ് ഇരിക്കുന്നതെല്ലാം. കൊള്ളാം. ഈ സൈഡും അതുപോലെ തന്നെയാട്ടോ, പാറകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കില്ല ഇത്ര തണുപ്പ്. നല്ല ഹൈറ്റിലാന്നേ നമ്മൾ ഇന്നലെ കേറി വന്ന, അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കല്ലേ. കൊക്ക പോലത്തെ സ്ഥലവുമായിരുന്നു. ഇവിടെയൊക്കെ നല്ല തേക്കായിരിക്കും. ഇതിലൊക്കെ തേക്കുണ്ടാവും ഈ മരത്തിലൊക്കെ അല്ലേ. ഇവിടെ ഇഷ്ടംപോലെ തേക്കുണ്ടെന്നേ. ഇവിടെ അതുപോലെ തന്നെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. നമുക്കൊന്ന് വണ്ടി കഴുകായിരുന്നു. അതും പക്ഷെ പറ്റ കുഞ്ഞുതല്ലേ. ഇവരൊക്കെ വണ്ടി കഴുകാൻ വേണ്ടി നിർത്തിയേക്കുക. ഇവിടെ നിൽക്കുന്ന ചില ചന്ദനങ്ങളുടെയും ചില ഈട്ടികളുടെ ഒക്കെ വണ്ണം. കാപ്പിത്തോട്ടം മേളല്ലേ? മേള് മാത്രല്ല, ഈ താഴെയും കാപ്പിത്തോട്ടം തന്നെയാണ്. തൈക്കാപ്പിയാണ്. തൈക്കാപ്പികളാ. അതല്ല പച്ചപ്പ് നിറഞ്ഞ കാപ്പി, കരിയും പച്ച അല്ലേ. നമ്മുടെ അവിടെയൊക്കെ ചില തോട്ടം കണ്ട പട്ടി കഞ്ഞോളം കുടിയില്ല. നമ്മുടെ തോട്ടം തന്നെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഇപ്പൊ തേക്കൊക്കെ മാറിട്ടോ. തേക്കല്ല സോറി, ചന്ദനമരങ്ങളെല്ലാം മാറി. ഇപ്പൊ നമ്മുടെ തേയില, നല്ല തേയില. ഒരു സൈഡില് ഫുള്ള് തേയില ഏകദേശം ഇങ്ങനെ ആയി നിൽക്കുന്നത്. ഇവിടെ മൊത്തം വെട്ടി നിർത്തിയേക്കാട്ടോ. ഈ സൈഡ് മൊത്തം കവാത്ത് ചെയ്തത്. അങ്ങേ കുന്നിൽ കാണുന്നത് മൊത്തം കവാത്ത് ചെയ്യാത്തോ. കൊള്ളാല്ലേ. ഈ തേയിലേന്റെ ഒക്കെ ലാസ്റ്റ് അപ്പുറത്തേക്ക് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. തേയില കഴിഞ്ഞ് ഒരു അതിർത്തി ഉണ്ട്, അത് കഴിഞ്ഞ പിന്നെ ഫോറസ്റ്റാ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളച്ചാട്ടങ്ങളും ഫുള്ള് ചെറിയ ചെറിയ പുഴകളും ആണ് കേട്ടോ. അടിപൊളിയാണല്ലേ. ഇവിടെ നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ നമ്പർ, വണ്ടി നമ്പറൊക്കെ ഒന്ന് എൻട്രി ചെയ്യണേ. നമ്മുടെ വണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ജസ്റ്റ് വണ്ടീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. ഫോറസ്റ്റുകാർ നോക്കും. ഇവരുടെ ചെക്ക് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. എന്നിട്ടാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരും കേട്ടോ. ഇവിടെ അതിൻ്റെ ഒരു അവരുടെ ഒരു ഇതൊക്കെ ഉണ്ട്. എന്തോ ഒരു പേര് പറഞ്ഞു പുള്ളി. മറ്റേ വെള്ളച്ചാട്ടത്തിനല്ലേ. ോ ഇവിടെ ചെടീന്റെ കമ്പെടുക്കണോ പുള്ളിന്റെ അടിക്കോ. ഇതെന്താ ചെടീന്റെ കമ്പാന്ന് പുള്ളി ഇലയിലോട്ടൊക്കെ സൂക്ഷിച്ചു നോക്കുക. ഇലയോട് കൂടി പറിച്ച എന്തായാലും നന്നായി. നല്ലതായിരുന്നു. ഇല്ലെങ്കി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറം പറ്റിപ്പോയായിരുന്നു, പിടിച്ചേരെ ശരിക്കും. നല്ലൊരു വെള്ളച്ചാട്ടമാണല്ലോ, കുഞ്ഞൊരു വെള്ളച്ചാട്ടം, ചെറുത്. എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ കുഞ്ഞു വെള്ളച്ചാട്ടം. അവർക്ക് അതൊന്നും ഒരു വിഷയമില്ല. കമുത്തി കിടത്തിട്ടല്ല, അല്ലാണ്ട് മടി കിടത്തിട്ട് പേരും അടിയാ കൊച്ചിനെ. അതെന്താ, നമുക്കൊരു കൊച്ചുള്ളൂ, നമുക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു ഫീൽ അടി. അങ്ങോട്ട് നോക്കാണ്ടിരുന്നാ മതി. ആ വളവ് കളയുമ്പോ അറിയാണ്ട് ഞാൻ നോക്കിപ്പോയി. നമ്മളങ്ങനെ പോണ വഴിക്ക് ചെറുതായിട്ടൊന്ന് നല്ലൊരു വ്യൂ കിട്ടിയപ്പോൾ നിർത്തിയതാണേ. ഇത് കണ്ടോ, ആ മലകളും താഴത്തെ തേയിലുകളും കണ്ടോ, പൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. ഈ മല നമുക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ മേളിൽ പോകണം. അതിൻ്റെ മേളിൽ പോയാൽ പൊളി വ്യൂ, ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഇതാ അവിടെ ഒരു തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കയറി വന്ന വഴി ആ കാണുന്ന വഴിയാട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. അൻസി പോവാ, വേണേ ഇച്ചിരി വെള്ളം എനിക്ക് തന്നേക്ക്, ദാഹിക്കണം.
അതാ ഞാനിപ്പോൾ പറഞ്ഞത്. ആ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഇരിക്കാടി. ഇവിടെ ഇരുന്ന് കുടിക്കാനാ കഴിക്കാനാ? താഴേക്കില്ലേ ചേച്ചി? ഇത് കണ്ണൻ ദേവനാണോ? എഗ് വേണോ നോർമൽ വേണോ? നോർമൽ പോലെ, നോർമൽ മതി. ഇത് കണ്ണൻ ദേവനാണോ? തലയാർ. കണ്ണൻ ദേവൻ എവിടെയാ അപ്പോൾ? ഇപ്പുറ സൈഡ്. ഓ ഈ സൈഡ് ഇങ്ങോട്ട് കണ്ണൻ ദേവനാട്ടോ. കണ്ണൻ ദേവൻ മലനാട്. ഇത് തലയാർ. അതാണ് താഴെ നമ്മളൊരു ഇത് കണ്ടില്ലേ, അതാ തലയാർ ഫാക്ടറി. അങ്ങനെ നമ്മുടെ മാഗി വന്നു കേട്ടോ. മാഗി വന്നു. കഴിക്കുന്നുണ്ടോ? പിന്നെ കഴിക്കണ്ടേ, ചൂടാണ്. ഉണ്ടല്ലേ. അല്ല ഞാൻ വിചാരിച്ചു ഫോണിൽ കളിച്ചിരിക്കുന്നു ആണല്ലേ. കമന്റുകളെ ഇപ്പോഴും ചിലർ പറയുന്നത് നമുക്ക് 60 ആയതേ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ്. ചേട്ടന്മാരെ, നല്ല ചേട്ടന്മാരെ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ടാണ് ഈ പറയുന്നെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് മാഗി കഴിക്കാട്ടോ. മനസ്സിൽ എങ്ങനെയുണ്ട്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതാ. ഇനി പച്ചവെള്ളം ഞാൻ മേടിച്ചു തരില്ല. വണ്ടിയിലുണ്ട്. സാധനം എങ്ങനെയുണ്ട്? ചൂടുണ്ട്. മാഗി കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇതാണ് കട. ചേച്ചി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ചോദിച്ചു, നിങ്ങൾ യൂട്യൂബറാണോ? അതേന്ന്. പക്ഷേ ഒരു തമിഴും മലയാളം കൂടി കലർന്നു വരും അല്ലേ? തമിഴ് ചാനലാണ് കാണുന്നത്. മലയാളം പക്ഷേ കാണുന്നുമുണ്ട്. മാഗി ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് മെല്ലെ ടേസ്റ്റ് അല്ലേ? ആ അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇത് ഞങ്ങൾ വന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. മറയൂർ കഴിഞ്ഞപ്പോ ഇനി മൂന്നാറിലേക്ക് കയറിയോ? അടിപൊളി. ഇതിന് അതിന്റെ പൊക്കത്ത് ഒരു മരം പോലും ഇല്ല അല്ലേ? വെള്ളം പക്ഷെ ഒഴുകുന്നുണ്ട്. മേളില് പായലാണോ അത്? ഈ കാണുന്നൊക്കെ അല്ല, പക്ഷെ അടിപൊളി കേട്ടോ. ഒരേപോലെ ഇരിക്കുന്നു എല്ലാം. ആ ഇനി വലിയൊരു കിടങ്ങിലേക്ക് വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കയറ്റിയിടണം. അമ്മേ നമ്മൾ ചെരിഞ്ഞങ്ങ് കയറണം. അപ്പോൾ വണ്ടിക്ക് വലിയ വിഷയം ഉണ്ടാവില്ല, ടയർ പോവില്ല. ടയർ പോലും അറിയാതെ വേണം നമ്മൾ വണ്ടി കയറ്റാൻ. ഏതൊരു എസ്റ്റേറ്റ് ആണ് ഇത്. രണ്ട് സൈഡിലും ഒരേപോലെ. പക്ഷെ ഇപ്പൊ ക്ലൈമറ്റ് കുറച്ചും കൂടി തണുപ്പായി. നല്ല കാറ്റ്, നല്ല കാറ്റ്, നല്ല സുഖം. ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയതാട്ടോ. പക്ഷെ അവര് കയറി പോണില്ല. പിള്ളേര് ഫുള്ള് കൈ കൊണ്ട് ആക്ഷനും ടാറ്ററിലൊക്കെയാണ്. ഫ്രണ്ടിലൊരു ചേച്ചിരുന്ന് ഫുള്ള് നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ സൈഡ് ആക്കാനൊരു ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സൈഡ് ആക്കാനുള്ള സ്ഥലമില്ല. അങ്ങനത്തെ ഒരു വഴിയാണ് ഇത് വഴി കേട്ടോ. തേയില തന്നെ തേയിലയാണ്. ഇവിടുത്തെ ഒരു ട്രാക്ടറാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ ട്രാക്ടറിന്റെ പകുതിയേ ഉള്ളൂ. പകുതിയല്ല, വലിപ്പൊക്കെ അത് തന്നെ ആണോ? തേയില കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അത് എസ്റ്റേറ്റ് വണ്ടിയാണ്. അതിന്റെ കളർ മഞ്ഞ കളറല്ലേ? ഞങ്ങൾ 2 മിനിറ്റ് ഇവിടെ നിർത്തിയതാട്ടോ. അങ്ങനെ നമ്മള് മൂന്നാർ ടൗണിലേക്ക് എത്തിട്ടോ. ഫുൾ ബ്ലോക്ക് ആണേ. വണ്ടികള് രണ്ട് സൈഡും ഫുള്ള് വണ്ടികള്. ഈ വലിയ വലിയ ബസ്സുകളൊക്കെ ആയിരിക്കും ഇനി ഇങ്ങനെ അങ്ങോട്ട് അവിടെ അങ്ങോട്ട് കിടക്കാം. നമുക്കിനി അങ്ങോട്ട് ഫുള്ള് ബ്ലോക്കാട്ടോ. അവിടെയൊക്കെ ഫുൾ ബ്ലോക്കാ. അങ്ങനെ മൂന്നാർ എത്തി അല്ലേ? സുഖ. അങ്ങനെ ഞങ്ങള് മൂന്നാർ ടൗണിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല തിരക്കാ. കാരണം ഈ ബസ്സുകാർക്ക് സൈഡില്ല. ഇതിന്റെ തിരക്കുണ്ട് ഇപ്പൊ. എന്താണ് നമ്മുടെ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. പരിപാടിയല്ല, ദീപാവലി അല്ല, പൊങ്കലിന്റെയോ അങ്ങനെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഉത്സവം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തിരക്കാണിത്. അത് ലീവാണല്ലോ, ശനി ഞായറും കൂടിയാണ്. അതും കൂടി മെയിൻ ഒരു തിരക്കാണ്. പിടുത്തം വിട്ടു അമ്മാരി ആളും ജനവും. ഈ സൈഡിലൊക്കെ നോക്ക് ഫുള്ള് വണ്ടി. സൈഡിലും കരിമ്പ് വെക്കാൻ വെച്ചിരുന്നുണ്ടോ. ഇത് ഇവരുടെ പരിപാടിന്റെ എന്തോ ഒരു ഇതാണ്, ഒരു സിമ്പലാണ്. നമുക്ക് എന്തായാലും ടൗൺ കഴിഞ്ഞിട്ട് സൈഡ് ആക്കാം. നമ്മള് മൂന്നാറിന്റെ ടൗണിലേക്ക് എത്തിട്ടോ. മൂന്നാറിന്റെ ടൗണിലേക്ക് എത്തിയപ്പോ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കാണിക്കാനാണ് ഞങ്ങൾ നിർത്തുന്നത്. ഇവിടെ ഒരു ആന നിക്കുന്നുണ്ട്. ചെറിയൊരു ഗാർഡൻ ആണ്. കാട്ടിയൊക്കെ സാധാ സിമെന്റും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ
ആന ചെയ്തിരിക്കുന്നതും മീൻ ചെയ്തിരിക്കുന്നതൊന്നും അങ്ങനെയല്ല. മീൻ ചെയ്തിരിക്കുന്നുണ്ടോ, കുപ്പിയും കൊണ്ടാണ് മീൻ ചെയ്തേക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ആനയെ ചെയ്തിരിക്കുന്നത് ട്രെയിന്. ഓ, ഇത് പാട്ടകളാണല്ലേ കണ്ടോ. ഇത് പാട്ടകൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രെയിനാണേ. അതുപോലെ തന്നെ ഇവിടെ ഒരു മനുഷ്യനെ ചെയ്തിരിക്കുന്നതും നൂല് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണേ. ആന കണ്ടോ, ആന ഫുള്ള് കുപ്പി കേട്ടോ. ആന ഫുള്ള് കുപ്പിയാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന കുപ്പിയൊക്കെ ആയിരിക്കും കേട്ടോ. അടിപൊളി അല്ലേ. സ്പോട്ട് വരുന്നത് ഈ പൂപ്പാറയ്ക്കും തേനിക്കും കുമളിക്കൊക്കെ പോകുന്ന ബോർഡിന്റെ താഴെയായിട്ടാണ്. പിന്നെ ഇവിടെ നോക്കാൻ പറഞ്ഞേ മരവും സെയിം കുപ്പി തന്നെ കേട്ടോ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പൊളിച്ചല്ലേ. ഒരു കിളി ഇരിക്കുന്നുണ്ട്. കിളീനെ അങ്ങനെ തന്നെ വേസ്റ്റ് ഇതെന്താണെന്നറിയോ, ഇത് സ്പോഞ്ചി ഇല്ലേ, ആ സ്പോഞ്ചിയാണത്. സ്പോഞ്ചി അല്ല, സ്പോഞ്ച്. കൊള്ളാം. ഐ ലവ് മൂന്നാർ. ഐ ലവ് മൂന്നാർ. നമ്മളിതേപോലെ ഈ ഐ ലവ് എന്തോ ഒരു പോണ്ടയോ അങ്ങനെ ഒരു കുപ്പി വെച്ച് ചെയ്ത് കണ്ടിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? ഐ ലവ് പോണ്ടയാണോ നമ്മൾ കുപ്പി വെച്ചേ. അതിന് പകരം വലിയൊരു ആന. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി നമ്മള് എന്താ കാണാൻ പോണേ? നമ്മൾ അങ്ങനെ പോവാണ്. നമ്മള് അതായത് വലിയ ഫേമസ് ആയ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നില്ല, അല്ലാത്ത സ്ഥലങ്ങൾ. ഫേമസ് ആയത് കാണാനാണെങ്കിൽ ഇവിടെ തന്നെ മൂന്നാർ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കേറണമെങ്കിൽ തന്നെ നല്ല തിരക്കുണ്ട്. അത് മാത്രല്ല, എല്ലാരും കുറെ പേരൊക്കെ അത് കണ്ട് മടുത്തതാണ്. അപ്പൊ നമ്മളത് കാണിച്ചാൽ ഫ്രൂട്ട്, നമ്മുടെ മഞ്ഞ ഫ്ലാഷൻ ഫ്രൂട്ട് ഒക്കെ, നല്ല മഞ്ഞല്ല വെള്ളയല്ലേ, സൂപ്പർ സാധനമാണ്. ഈ റൂട്ടിലാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത്. അതും കാണിച്ചുതരാം. അവിടെ വന്നിട്ട് നമുക്ക് ഈ KSRTCന്റെ പാക്കേജ് ഉണ്ട്, താമസിക്കാൻ. അല്ലെങ്കിൽ 100 രൂപയുള്ളൂ ഇവിടെ. AC ബസ്സിൽ നമുക്ക് താമസിക്കുന്നത് 100 രൂപയുള്ളൂ KSRTCന്റെ. അതേപോലെ ഇവരെ പാക്കേജ് ഉണ്ട്, ചെറിയ പൈസക്ക് നമുക്ക് മൂന്നാർ മൊത്തം കറങ്ങാം. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ നമ്മള് മൂന്നാർ തന്നെയുള്ള ഒരു ഡാം കാണാൻ പോവാണ്, രാമസ്വാമി അയ്യർ ഹെഡ് വർക്ക് ഡാം. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അതങ്ങനെ അധികം പറഞ്ഞു കേൾക്കാത്തൊരു ഡാമാണ്. അങ്ങനെ നമ്മൾ രാമസ്വാമി ഡാമിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. അതായത് നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് എറണാകുളം റൂട്ടിൽ ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ, കഷ്ടി 3-4 അത്രയും ദൂരമേ ഉള്ളൂ. അത് പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് എത്തുക ഈ ഡാമിൻ്റെ ഇവിടെ. അപ്പോൾ നമുക്ക് ചെറിയൊരു വഴിയാട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഫുള്ള് വഴി ഒന്ന് കാണിച്ചു തരാവേ. ഈ ഡാമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടോ KSEBിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 1944 ഇത് മൊത്തം പണി കഴിച്ചത്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ നടക്കാൻ പറ്റില്ല, നമുക്ക് മേളിൽ കൂടി പോകാനും പറ്റില്ല, നടന്നു പോകണം. പക്ഷേ അവിടുന്ന് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, അത് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡാമാണ്. 6 ഹെഡ് വർക്ക്സ്, നോ പാർക്കിംഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. അരിസി ഇവിടെ നിന്നാലേ ഫോട്ടോ എടുക്കരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കുഞ്ഞൊരു ഡാം കണ്ടില്ലേ, അവിടെയൊക്കെ പോയി. ചെറിയൊരു ഡാം കേട്ടോ. ഈ ഓട്ടോറിക്ഷയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ്പിലേക്ക് കേൾക്കാം നടക്കും. ചിന്നസ്വാമി ലേ ഔട്ട്. അയ്യോ, ഈ ട്രാവലർ ഇതിലേ പോകാൻ പോവാണോ? ഈ ട്രാവലർ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടായിരിക്കില്ല അല്ലേ. ഇത് ഭയങ്കര റഷാണല്ലോ. നീ അങ്ങോട്ട് പോ, ഈ ഗ്യാപ്പിൽ നിൽക്കുക. ഇല്ല, നടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്, അങ്ങോട്ട് പോയാലോ? ഇവിടെ നിന്നാലേ. ഇത് കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു ഡാം, വലിയ ഡാമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് വരരുത്. ചെറിയൊരു ഡാം. അവിടെ സംഭവം കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ, അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോട്ടെ, അടുത്ത വണ്ടി വരുന്നതിന് മുമ്പ് അടുത്ത സ്പോട്ടിലെത്തല. ആഴ്ച ഓടുവാളേ. അവൻ്റെ ചെങ്ങല ഉണ്ടോ? വെള്ളമുണ്ട് അതുകൊണ്ടാ. കൊള്ളാം അല്ലേ. അവിടുന്ന് അത് മെയിൻ ഇൻടേക്ക് ആട്ടോ. വെള്ളം മെയിനായിട്ട് വരുന്ന അവിടെ നിന്നാണേ. അപ്പുറത്തേക്കും കൂടി പോയിട്ട് വരാം അല്ലേ. ഈ വഴി തന്നെയാണ് എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞ് ആ ചേട്ടൻ നമ്മളെ ചാക്കിടാൻ വന്നില്ലേ. 2500 രൂപ ഉള്ളത്. ഞാൻ വിചാരിച്ച ചേട്ടൻ 100-300 രൂപയൊക്കെ കാണുള്ളൂ.
ഇത് അടുത്ത വെള്ളം ഒഴുകുന്നത്. വാ, വളരെ ചെറിയൊരു ഡാമാട്ടോ ഇത്. കണ്ടോ, ഇതിൽ കൂടുതൽ ഹൈറ്റുള്ള വണ്ടികൾ ഇതിലെ കയറ്റി വിടൂല. കാരണം അതൊരു ഗ്രാമം അങ്ങനെയുള്ള സംഭവത്തിലേക്കൊക്കെ പോണ വഴിയായതുകൊണ്ട്. നോക്ക്, ഫുള്ള് പരസ്യങ്ങൾ. ആൻസി, ഇത് കണ്ടോ, ഒരു ഏരിയ നിറച്ച് ഹോം സ്റ്റേ, റിസോർട്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പരസ്യം എഴുതി വെച്ചേക്കണം കേട്ടോ. എന്താ ചെയ്യുക അല്ലേ? ഇത് കണ്ടോ, ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നല്ലേ ആൻസി അത് പറയുന്നത് എനിക്കറിയാം. അതായത് മൂന്നാർ വന്നാൽ പൈസ കൊടുക്കാണ്ട് കാണാൻ പറ്റിയ ഒരു സ്പോട്ടാട്ടോ ഇത്. ഇതൊന്ന് ലിസ്റ്റിൽ വെച്ചോ. കാരണം റോഡ് നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയൊരു സംഭവമായിട്ടൊന്നും ഞാൻ പറയില്ല കേട്ടോ. ചെറിയൊരു ഡാം അത്ര. അപ്പോൾ നമ്മൾ നേരെ ഡാമിൻ്റെ ഇവിടുന്ന് പോവുകയാണേ. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളൊരു സംഭവം കണ്ട് നിർത്തിയതാണ്. ആൻസി കണ്ട് അന്തം വിട്ട് നിൽക്കുക. ഇത് കണ്ടോ, പൈപ്പ് ലൈൻ. അവിടുന്ന് ആ മല തുളച്ച് അവിടുന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഈ വെള്ളം ഇങ്ങോട്ട് പോരുന്നത് കേട്ടോ. ഇവിടെ നേരെ ഇത് കണ്ടോ, ഭീകര പൈപ്പാണ്. ഇവിടുത്തെ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് പൈപ്പിൻ്റെ സംഗതി നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ട് താഴേക്ക്. ഇതാണ് പൈപ്പ് ലൈൻ വ്യൂ പോയിൻ്റ്. മനസ്സിലായോ? നടക്ക, ആ ബസ് വേണമെങ്കിൽ പൊക്കോട്ടെ. KSEB വണ്ടികളൊക്കെ വേണേൽ പൊക്കോട്ടെ, നമ്മളെ വെറുതെ കൊല്ലും. ലൈസൻസ് ഉണ്ടായിരിക്കും, പിന്നെ പേടിക്കണ്ടല്ലോ. പോട്ടെ. ഇനി നമുക്കേ അടുത്ത സ്ഥലത്തേക്ക് പോവാ. അപ്പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി പോകണോ? ഇവിടെയും ഈ റൂട്ടും ഫുള്ള് റിസോർട്ടും കാര്യങ്ങളൊക്കെ അടി അങ്ങോട്ട് താഴേക്ക്. നാച്ചുറൽ ഡെയിൽ അങ്ങനെ അങ്ങോട്ടൊക്കെ കുറേ റിസോർട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? കരിമ്പ് വെക്കാൻ വെച്ചേക്കണോ? എന്തോ ഇവർക്ക് എന്തോ ഒരു പ്രോഗ്രാം എന്തോ അല്ല, പൊങ്കല്. ഓ, പൊങ്കൽ തന്നെയാണോ? ഓക്കെ, എന്നാ പൊങ്കൽ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മള് ഹിൽ സ്റ്റേഷനിലേക്ക് പോകണം. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകണുണ്ടോ? പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ, ഇവിടെ ഫുള്ള് തിരക്കാണല്ലേ? ഇത് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരാണോ ഇതൊക്കെ? ഞാൻ പറയുമ്പോഴേ ശനി ഞായറും ആരും വരാതിരിക്കുക. അയ്യോ, ഭയങ്കര നമുക്ക്. പക്ഷെ വേറെ കാര്യം, തിരക്കുള്ളപ്പോഴാണ് നമുക്ക് സ്ഥലങ്ങൾ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതെ, കുറച്ച് തിരക്ക് ആൾക്കാരൊക്കെ കുറച്ചുണ്ടെങ്കിൽ നമുക്കത് നല്ലതല്ലേ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴും ചില ചേട്ടന്മാർക്ക്, ചില ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ആ പേര് എടുത്തു പറയാം. ഒരു ചേട്ടന് ഇപ്പോഴും സംശയം നമ്മള് സബ്സ്ക്രൈബേഴ്സിന് പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഇപ്പോൾ വേറെ ചില ആൾക്കാർ നമുക്കിപ്പോൾ 20K-ന്ന് 50K ആയതാണ് ഇപ്പൊ എല്ലാവരുടെയും വിഷയം. അത് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ 2 ഷോർട്ട് വീഡിയോ ഇട്ടു. ആ വീഡിയോന്റെ ലിങ്കും അതിന്റെ ഒരു ഇതുവരെ പോസ്റ്റ് വരെ ഞങ്ങൾ ഇട്ടു. അതായത് എന്നിട്ടും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടത്. നമുക്ക് ആ ഷോർട്ട് വീഡിയോയില് എത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി? ഏതാണ്ട് 35,000-ന് മേളിൽ നമുക്ക് ആ ഒരു ഒറ്റ ഷോർട്ട് വീഡിയോയിൽ, അതായത് 3 മില്യന്റെ അടുത്ത് വ്യൂസ് ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, നിങ്ങള് പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയതാന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കാം, ഞാനിപ്പോ അല്ലേലും നമ്മളിപ്പോ അങ്ങനെ പൈസ കൊടുത്ത് ആക്കിയതാണെങ്കിലും അല്ലേലും പുള്ളിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ പൈസ കൊടുത്ത് ആക്കുന്നതാണെങ്കിൽ തന്നെ അല്ല, അങ്ങനെ ആക്കിയാന്ന് തന്നെ വിചാരിക്കും. അതിലും കൊണ്ട് നമുക്ക് എന്താണ് ഒരു ലാഭമുള്ളത്? വേറൊരു കാര്യം പറയട്ടെ, പൈസ കൊടുത്ത് ആക്കുന്ന ഒരാളും വീഡിയോ കാണില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമുക്കിപ്പോ വ്യൂസ് കുറവായതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുഹിത്ത് ഭക്തനും ഈ ബുൾജെറ്റിനൊക്കെ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് എന്തുകൊണ്ട് 2 മില്യൺ വ്യൂസ് കിട്ടുന്നില്ല? അതെന്തായാലും അവർക്ക് 100-200-ന്റെ അടുത്താണ് കിട്ടുന്നുള്ളൂ. പക്ഷെ അവർക്ക് എന്നാ ഈ ധൈര്യം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കമന്റ് ഇട്ട് അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം പട്ടിണി പാവങ്ങളുടെ മിക്കിട്ട് കയറാൻ ആൾക്കാരുണ്ടാവുന്നാണല്ലോ പറയുന്നത്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് യാത്രയും ചെയ്ത് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ട് ചിലവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. അതും നമ്മൾ ഈ പോകുന്ന യാത്രയിലൊക്കെ നമ്മളോട് വണ്ടി നിർത്തി സംസാരിക്കുന്നവർ വരെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ ഒരു സന്തോഷമാണ്. ഇങ്ങനെ വെറുതെ ഒരുമാതിരി മനസ്സ് പഠിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടേ ദൈവത്തെ ഓർത്ത് ചേട്ടന് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രേ നമുക്ക് പറയാനുള്ളൂ. ടെക് ട്രാവൽ ഗുരു എന്നും പറഞ്ഞാണ് പുള്ളിന്റെ കമന്റിൽ വന്നിരിക്കുന്ന പേര്. ചേട്ടന് ചാനലുണ്ട്, അതിൽ സബ്സ്ക്രൈബേഴ്സ് പറയുന്നില്ല. ഇല്ല, അത് നമ്മൾ പറയുന്നില്ല. അതിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ചേട്ടൻ ഇനിയെങ്കിലും ഇത് പറയുന്നത് നിർത്തണം. ഇപ്പൊ ആ ചേട്ടനൊന്ന് എടുത്തു പറഞ്ഞെന്നുള്ളൂ. അതേപോലെ 2-3 പേര് ഇപ്പോഴും പറയുന്നുണ്ട് നമുക്ക് പൈസ കൊടുത്ത് നമ്മളാക്കിയത്. ഞാൻ വേറെ കാര്യം പറയട്ടെ, പൈസ കൊടുത്ത് ആക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇഷ്ടംമാതിരി പേര് ആക്കുന്നവരൊക്കെ ആക്കുന്നവരുണ്ട്. അതല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ പറയട്ടെ,
ഞാൻ ഇതേപോലെ ഒരു ടീമിന്റെ അടുത്ത് 1000 സബ്സ്ക്രൈബേഴ്സിന് എത്രയാന്ന് ചോദിച്ചു. ആ പുള്ളി പറഞ്ഞെന്താ അറിയോ, 5000 രൂപയാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ 10-30 നമ്മൾ ഈ ട്രാവലേഴ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആവണമെങ്കിൽ നമ്മള് എത്ര രൂപ കൊടുക്കേണ്ടി വരും, നമ്മൾ അതിനു വേണ്ടി വേറെ ലോൺ എടുക്കേണ്ടി വരും. ഇതൊക്കെ എന്താ ചിന്തിക്കാത്തതെന്നാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പറയുന്നവരോട്, അങ്ങനെയാണെങ്കിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയില് കിടന്നുറങ്ങി യാത്ര ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് വലിയ വലിയ റൂമൊക്കെ എടുത്ത് വലിയ വണ്ടിയൊക്കെ എടുത്ത് നമുക്ക് പോയാ പോരെ. നമ്മൾ അതുപോലെ ചെയ്യേണ്ട. നമ്മള് ഇങ്ങനെ എന്ത് പറയാനാലേ, ഓരോരുത്തരുടെ ഇഷ്ടം. അധികം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അതൊക്കെ. താല്പര്യമില്ലെങ്കിൽ ചേട്ടൻ കാണണ്ടെന്ന് തന്നെ എനിക്ക് പറയാം. ഇതുണ്ടോ ഒരു പ്രത്യേക തരം പച്ചപ്പ്, അതുകൊണ്ട് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഇത് കണ്ടോ ഇറങ്ങുന്നത് അല്ലേ, കൊള്ളാം. നമ്മുടെ KSRTCന്റെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജില് ഉള്ളതാണോ? നല്ലൊരു പച്ച കേട്ടോ, നല്ലൊരു തത്തപ്പച്ച കളർ, ഒരു പ്രത്യേക തരം പച്ച. കുതിരച്ചാണകത്തിന്റെ മണം. അവിടെ കുറെ കുതിരകൾ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. ഇത് വണ്ടിക്ക് കൊണ്ട് പോകുന്നതായിരിക്കും, അവിടെ അങ്ങോട്ട് കാണിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ വഴി നല്ല ഭംഗിയുള്ള വഴിയിലെ, നല്ല വളവും തിരിവും, ആ കൂടെ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. കണ്ടോ, നമ്മളിനി പോകുന്ന ഒരു ഡാമിന്റെ മേളിൽ കൂടെയാണ്. അത് പൊളിച്ചില്ലേ, അത് പൊളിച്ചു. ആദ്യം ഇതിന് പുറകിലും ചേട്ടനാണ്. ആ ചേട്ടന്റെ മുന്നിൽ ഞങ്ങൾ എങ്ങനെയാണ് ചേർന്നുണ്ടല്ലോ. പൊളി. ഡാമിന്റെ പൊക്കത്ത് കൂടെ കയറ്റി വിടുക, അത് സെറ്റപ്പ് ആണല്ലേ. നമ്മള് ശരിക്കും കാരാപ്പുഴ ഡാം ശരിക്കും ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതിലൂടെ എങ്ങോട്ട് റൂട്ടിടും, ചെയ്യൂല. എങ്ങോട്ട് റൂട്ടിടും. അങ്ങനെ നമുക്ക് ഡാമിന്റെ പൊക്കത്ത് നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിട്ടോ. കാരണം ഫുള്ള് ബ്ലോക്ക് ആണ്. ഇപ്പൊ ഒന്നും പറയണ്ട ഇനി. അറിയില്ല. ഡാമിന്റെ വ്യൂ പൊളിയാണ് കേട്ടോ. ഇവിടെ അതിന്റെ കെട്ട് വരുന്നത് ഇതാണ് കെട്ടില്ലേ. കെട്ടെന്ന് പറഞ്ഞാൽ ഷട്ടറുകൾ ഇവിടെ വരുന്നത്. ഞങ്ങളുടെ വിചാരം ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. ഫുള്ള് ബ്ലോക്ക് അല്ല, ഈ 2 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. നമ്മളിവര് ബേക്കിൽ പെട്ടു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സും കൂടി ആവുമ്പോ സംഗതി ബ്ലോക്ക് ആവും. അങ്ങനെയാണ് റോഡ് സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് വണ്ടി. ആ ബസ് കൊണ്ട് റോഡ് സൈഡിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്, അത്രയും വലിയ ബസ്. പക്ഷെ അത് റോഡിലേക്ക് വേറൊരു കാര്യം അറിയോ, ഈ വേറെ വഴിയില്ല അവർക്ക് ഇടാന്. അവരെയും കുറ്റപ്പെടുത്തില്ല. ചില്ലറ സാധനം വല്ലതുമാണ്. ഞാൻ വിചാരിച്ചോ ചേട്ടൻ ആ വണ്ടീന്റെ വഴിയിലേക്ക് ബസ്, ആ ബസ് കണ്ടിട്ടില്ല ചേട്ടനെ, സ്പീഡിൽ അടിച്ചിടിച്ചു പോകുമായിരുന്നു. 2 ബൈക്കുകാർ നമ്മുടെ മുന്നിലായി, നമ്മുടെ ബൈക്കിൽ പോസ്റ്റായി. ഈ കാര്യം നോക്കണ്ട. ഫുള്ള് യൂക്കാലിപ്സിന്റെ മരങ്ങളാണ് കേട്ടോ. ഫുള്ള് ഈ ഒരു ഏരിയ മുഴുവൻ അതാണേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോവാൻ. നമ്മുടെ ഒരു ഊട്ടീന്റെ ഒക്കെ ഒരു ട്രഡീഷണൽ ബിരിയാണി. കേരള ട്രഡീഷണൽ അവിടെ ഒരു അല്ല, എന്നിട്ട് എവിടെയാണ് ഊട്ടി പോകുന്ന ഒരു പ്രതിനിധി ഇല്ലേ, ബിരിയാണിക്കാര് അവര് കഴിഞ്ഞു പോവാണ് കേട്ടോ. നമുക്ക് ബിരിയാണി മേടിക്കായിരുന്നു. നല്ല രസമുണ്ട്. ഒരു പ്രത്യേക തരം തണുത്ത കാറ്റ്. ഒരു വണ്ടിയില്ല. ഇനി ഈ ഒരു ചേട്ടനാണ് നമ്മുടെ മുന്നിലുള്ള. ഈ ചേട്ടനായിട്ട് മാറി തരുന്ന വിചാരിക്കേ വേണ്ടാത്തൊരു ചേട്ടൻ. കാരണം ഫുള്ള് വളവ് തിരുവല്ലേ. ചേട്ടന് ഫോൺ അടിച്ച് കയറണം. അങ്ങനെ ഞങ്ങള് ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് മഞ്ഞ്. തണുപ്പാണ്. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടിട്ടോ. ഈ താഴെ സൈഡിലേക്ക് നോക്കില്ലേ, അങ്ങോട്ട് ആ സൈഡൊക്കെ ഫുള്ള് മഞ്ഞിന്റെ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ എന്തെങ്കിലും കാണുമോ? സാധ്യത കുറവാണ്. പോവാല്ലേ. എന്നാലും നമ്മളെ ടൈം എന്തായാലും കൊള്ളാട്ടോ. നല്ല കോട. ഇനി അവിടെ പോയിട്ട് കട്ടൻ ചായ ഒക്കെ കുടിച്ച് മിക്കവാറും തിരിച്ചു വരേണ്ടി വരും. എന്നാലും വേണ്ടിയില്ല, നല്ല രസമുണ്ട്. അത് നല്ല തണുപ്പ്. ഇടിഞ്ഞു വീണേക്കും അല്ലേ. നല്ലൊരു തണുപ്പ് കിട്ടോ. പറയാം. അടുത്ത ബ്ലോക്ക് കിട്ടിട്ടോ. അത് മാത്രല്ല ഒന്നും കാണുന്നില്ല. നല്ല സുഖം, നല്ല മഞ്ഞ്, നല്ല തണുപ്പ്. തണുപ്പ് എന്ന് പറഞ്ഞാ
ചെവിയൊക്കെ ഇങ്ങനെ അടിച്ചു കുത്തണ തണുപ്പ്. ഗ്ലാസ് അടച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഗ്ലാസ് അടച്ചിട്ടില്ല കേട്ടോ. അതൊരു മോശാണ്. പനി പിടിക്കാതിരുന്നാ മതിയായിരുന്നു. മാറും. ബ്ലോക്കോട് ബ്ലോക്ക്. അങ്ങനെ നമ്മള് ദേവികുളം കഴിഞ്ഞു കേട്ടോ. ദേവികുളം ഗ്രാമപഞ്ചായത്ത്. അതിനോട് ബൈ ബൈ പറഞ്ഞു. നല്ല മഞ്ഞിട്ടോ. അതും ബ്ലോക്കോട് ബ്ലോക്കാ. വണ്ടി ഭയങ്കരമായിട്ട് വണ്ടികളുണ്ട്. ഇനി നമ്മൾ തിരിച്ച് എപ്പോ മൂന്നാർ ഒരു രാത്രി 10 മണിയാവുമായിരിക്കും. ഇവിടെയൊക്കെ മണ്ണ് ഇടിഞ്ഞിട്ട് കണ്ടോ പൊളിച്ച്. അപ്പൊ എന്താ എന്ത് സ്റ്റേഷൻ? ഹിൽ സ്റ്റേഷൻ തന്നെ വൈകിട്ട് ടോപ്പ് സ്റ്റേഷൻ. അവിടെ ചെന്ന് കഴിഞ്ഞാ മഞ്ഞ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ നമ്മള് ടോപ്പ് സ്റ്റേഷന്റെ അടുത്തേക്ക് എത്തിട്ടോ. പക്ഷെ ഫുള്ള് ബ്ലോക്കാണ്. ഫ്രണ്ടില് ബസ് തൊട്ട് കിടക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ആകെ പോകാനുള്ളത് 1 കിലോമീറ്റർ അടുത്താ. പക്ഷെ കുറേ പേര് നടന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വണ്ടി വെക്കൂലേ? സൈഡില് ഗ്യാപ്പ് നോക്കാം. നീണ്ട നേരത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. ഇവിടുന്ന് നമുക്കൊരു 500 മീറ്റർ 600 മീറ്റർ തന്നെ നടക്കാനുണ്ട്. ഈ താഴേക്ക് പോകുന്ന വണ്ടീൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. നമ്മൾ വണ്ടി എടുത്തില്ല, ഇവിടെ നടക്കുന്നതായിരിക്കും ബുദ്ധി അല്ലേ? എടി വണ്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടക്കും കേട്ടോ. കാരണം വണ്ടി അവിടെ ഇട്ടില്ലെങ്കിൽ പണി കിട്ടും. കുറേ പേരൊക്കെ ഇങ്ങോട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. അതാണ് അവരാരും ഇറങ്ങാത്ത വണ്ടിയിൽ നിന്ന്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ വണ്ടി ഇട്ടത് എന്തായാലും നന്നായി അല്ലേ? ഇവിടെ ചെന്ന് ഇനി എന്ത് കാണാനാ? ഒന്നും കാണാൻ പറ്റൂല. കാരണം അമ്മായി കോടയും മഞ്ഞുമാണ് കേട്ടോ. കുറേ കടകളുണ്ട്, അതെല്ലാം കാണാം. വഴി സൈഡിലൊക്കെ ചായക്കടയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതാണ് കോവർ കഴുത അല്ലേ? അതെ, അമ്മ മുടിയല്ലേ കണ്ടോ. ഇവിടെയൊക്കെ 2 സൈഡിലും ഫുള്ള് കടകളാണ്. എല്ലായിടത്തും മെയിനായിട്ടുള്ള സാധനം എന്താ പറയുക? ഹോം മെയ്ഡ് ചോക്ലേറ്റ്, കാപ്പിപ്പൊടി, ഇതൊക്കെ തന്നെ. വേണ്ട, ശരിയാ. അവിടെ ഒരു കോഴി കയറിപ്പോയതുകൊണ്ട് അതിനെ പിടിച്ചാൽ നിങ്ങൾ രാത്രി കറിയാക്കായിരുന്നു അല്ലേ? പേരക്കുണ്ട്, ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് വേറെ ഉണ്ട്. പക്ഷേ ഈ കോട കാരണം ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അവിടെ നിന്ന് അങ്ങനെ കുറേ പോകണേ. കുറച്ചങ്ങ് പോയാൽ താഴേക്ക് ഇതേപോലെ ഒന്നും കാണാൻ പറ്റില്ല. ഫുൾ കോടയായിരിക്കും. ശേ, അത് ഭയങ്കര ഇതായി പോയല്ലോ. അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? എന്തായാലും ഇവിടം വരെ ഇത്ര എണ്ണ കത്തിച്ച് വന്നതല്ലേ, പോയി നോക്കാം. നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് പോകുന്നിടത്ത് സീതപ്പഴം പഴുത്തിരിക്കണോ നോക്കടി. എന്നാ പഴയത്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കണ്ട കുരങ്ങന്മാരിന്ന് പേൻ നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുൾ കടകളാട്ടോ. ഇതാ വ്യൂ പോയിന്റ് വരെ നമുക്ക് കടകളാടി. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ്റെ ഇവിടം വരെ വന്നു. പക്ഷേ അപ്പുറത്തേക്ക് പോകുന്നില്ല. അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഞാനതിൻ്റെ അവസ്ഥ എന്താണെന്ന് ശരിക്കും ഒന്ന് കാണിച്ചു തരാമേ. ഇത് നോക്കിക്കോ, ഇത് കണ്ടോ, ഇതാണ് സ്ഥിതി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഫുള്ള് താഴേക്ക് ഇറക്കൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടുന്ന് ഈ ഒരു കാണുന്ന മരങ്ങൾ മാത്രമേ കാണുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കാണിയല്ല കേട്ടോ. അതേപോലെയാണ് അവിടുന്ന് അപ്പുറത്തേക്ക് പോയാലും ഒന്നും കാണിയല്ല താഴേക്ക്. ഈ സൈഡ് കണ്ടോ കേട്ടോ. ഇവിടെയും ഫുള്ള് കോടയും ഇതൊക്കെയാണ്. അതുകൊണ്ട് കണ്ടോ, ഈ ഒരു മരത്തിൻ്റെ ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഒന്നുമില്ല, വെറുതെ വെളുത്ത് കിടക്കുക. അതുപോലെ ഇവിടുന്ന് താഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ വരികയാണെങ്കിൽ കൊള്ളാം അല്ലേ? കാരണം എന്താണെന്നറിയോ? അപ്പുറത്തേക്ക് നമുക്ക് ഇതൊക്കെ കാണാം. തമിഴ്നാട് അങ്ങോട്ടുള്ള ഏരിയ ആയിരുന്നു അത്. എന്നാ പോവാല്ലേ? ഓഫ്, ജമ്മു. നമുക്ക് പോയാലോ? അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഓ, ഇവിടെ കുഴപ്പമില്ലടി. നേരത്തെ വണ്ടി ഉണ്ടെങ്കിൽ പണി കിട്ടിയേനെ അല്ലേ? ഫ്രണ്ടിൽ വണ്ടി ഉണ്ടായിരുന്നെങ്കിലേ കയറാൻ പറ്റുമോ? ഫ്രണ്ടിൽ വണ്ടി ഉണ്ടായി നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടിയത്. വണ്ടികൾ തിരക്ക് കുറയുമ്പോൾ നമ്മൾ ഒറ്റ തിരിക്കൽ അങ്ങ് എടുത്ത് പോകുന്നു. ഇപ്പോഴും 5 മണിക്ക് ശേഷം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് വരെ എന്നോ ഒരാളാ പോണേന്ന് നോക്കൂലേ. 5 മണി നോക്കിയൊന്നും വരണ്ട കേട്ടോ. 6 മണി ആയാലും ഇവിടെ ഇഷ്ടംപോലെ ആളുണ്ട്. ഞാൻ വിചാരിച്ചത് ബ്ലോക്കാന്നാണ് കേട്ടോ. ബ്ലോക്കല്ല, ഇവിടെ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നതാണ്. പിന്നെ എങ്ങനെ അല്ല, ഇപ്പൊ ഇങ്ങനെ വൺ സൈഡ് മാത്രമേ വണ്ടി പോകുള്ളൂ. അങ്ങോട്ടുള്ള സൈഡ് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണാനില്ല കേട്ടോ.
ഒരു മരത്തിന്റെ നാമ്പ് പോലും ഇല്ല. അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇപ്പൊ തന്നെ രാവിലെ വരുന്നത് നല്ലത്. അല്ല ഉച്ചക്ക് എത്തുകയാണെങ്കിൽ. പക്ഷെ ഞങ്ങൾ അന്ന് വന്നിട്ട് ഉച്ചക്ക് ഇതേ അവസ്ഥ തന്നെയാ. ഇവിടെ ഇത്രയും വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടാ പിന്നെ എങ്ങനെ ഇത് ഇതുണ്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോ കോടയില്ല, ഒന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് സൂര്യനെയൊക്കെ കാണുന്നു. എന്താ ചെയ്യാലേ, ഓരോ സ്ഥലത്തെ ഓരോ കാലാവസ്ഥകളാണ്. പക്ഷെ അവിടെ നല്ല തണുപ്പ് അല്ലേ? ചില സ്ഥലത്ത് വയനാട്ടില് ചില സ്ഥലത്ത് കേറിയ നല്ല ചൂടല്ലേ, അല്ല തണുപ്പല്ലേ. ചില സ്ഥലത്ത് പെരും ചൂടുമാണ്. നല്ല ഇതൊക്കെ ഇപ്പൊ വന്നാണല്ലോ. ഇപ്പൊ വന്നാണോ അതൊക്കെ? അല്ലല്ല, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഉണ്ടോ? ഞങ്ങളിവിടെ ചെറുതായിട്ടൊരു സ്ഥലം കണ്ടപ്പോ ഇത്രയും നേരത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയത്. ഓഹോ, ചേട്ടൻ ഭയങ്കരമായിട്ട് ഹോണടിച്ച് മനുഷ്യനെ പേടിപ്പിക്കുന്നു. അപകട സാധ്യത പരിഗണിച്ച് റിസർവോയർ ഭാഗത്തേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. എന്നാലും ജസ്റ്റ് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വേഗം കയറി വരാം. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വേഗം കയറി വരാം. കൊള്ളാം. അവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കൂവി എക്കോ അടിക്കുവോ? എവിടെയൊക്കെ തട്ടുന്നുണ്ട്. രസമുണ്ടല്ലേ, എവിടെയൊക്കെ തട്ടുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഒരു കൂട്ടം കൊക്കുകൾ വീട്ടിൽ പോകാൻ തോന്നുന്നു. ഇതുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇതെന്താണെന്ന് അറിയോ, റോസയാണ് കേട്ടോ സംഭവം. പിങ്ക് റോസ. നല്ല രസമുണ്ടല്ലേ കാണാൻ? നല്ല രസമുണ്ടല്ലേ കാണാൻ? ഞാൻ നിന്റെ ബേക്കിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നീ പ്രേക്ഷകരോടായിരിക്കും പറയുന്നത്. അല്ല, രസമുണ്ട് ഇല്ലേന്ന് ഞാൻ ചോദിക്കുക. വെള്ളം കയറിയതായിരിക്കും ഇവിടെ. ഒരു പക്ഷെ ഇവിടെ വെള്ളം കയറിയതാണ്. മറ്റേ ഡാം അടിയും ഇവിടെ എക്കോ അടിക്കുമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ആ ഡാമാണിത്. അവിടെ അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇറങ്ങായിരുന്നു അല്ലേ. ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന് കേട്ടോ. പ്രതീക്ഷിച്ചത്രയല്ല, ഇതിൽ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. തണുപ്പുണ്ടാവും പ്രതീക്ഷിച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇല്ല പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഓക്കെ, പോവാം.